നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണല്ലോ നമ്മുടെ മീനാക്ഷിയുടെ, അതായത് ഉടൻ പണത്തിലെ മീനാക്ഷിയുടെ പുതിയ ഏതോ സിനിമയിൽ അഭിനയിച്ചു, അതിൻ്റെ പ്രൊമോഷനുമായിട്ട് വന്നതാണ്. അപ്പോൾ അതിലേറെ പറയാനിപ്പോൾ എന്തിരിക്കുന്നു എന്ന് ആലോചിക്കും. പക്ഷേ ആ മീനാക്ഷി ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മീനാക്ഷി ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മീനാക്ഷി വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, സാധാരണ ഒരു സാരി എടുത്തുകൊണ്ട് വന്നാലോ അല്ലെങ്കിൽ ഒരു ഷോൾ ഇട്ട് ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാലോ അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള നല്ല ഫുൾ കൈ ഒക്കെ ഉള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാലോ ഒന്നും ആരും ശ്രദ്ധിക്കില്ല. ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ കുറേ കൂടെ വൈറലാവും. കുറേ കൂടെ അതിൻ്റെ കാരണം തന്നെ അവർ പറയുന്നുണ്ട്, വേറെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ തന്നെയും അതിൻ്റെ ഒരു സൈഡ് നീങ്ങിയിട്ട്, മുൻപ് നമ്മൾ കണ്ടതാണ് അനശ്വര രാജൻ, നമ്മുടെ സൂപ്പർ ശരണ്യയിലെ അനശ്വര ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നപ്പോൾ അത് ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് തന്നെ ഷാൾ കുറച്ച് നീങ്ങിയതിന് ഒരുപാട് വിവാദങ്ങൾ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പോൾ ഒരു ചുരിദാർ നല്ലത് ഇട്ടുകൊണ്ട് പോയാലും അതിപ്പോൾ ഈ എല്ലാം കയറിയിരുന്ന് കാണുകയും ചെയ്യും. എന്നിട്ട് അതിനകത്ത് വന്ന് വീട്ടുകാരെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലും ഈ വീഡിയോകൾ ഇങ്ങനെ വൈറലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മീനാക്ഷി ഇപ്പോൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇട്ടുകൊടുന്ന ഈ ഡ്രസ്സിനെ ന്യായീകരിച്ചല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ആ ഡ്രസ്സ് ഒട്ടും ആ കുട്ടിക്ക് ചേരുന്നതുമില്ല. അങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചതിനോട് എനിക്ക് വലിയ യോജിപ്പുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പ്രത്യേക ആംഗിളിൽ കൂടെ ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട്, ഇപ്പോൾ വേറെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാലും ചുരിദാറിൻ്റെ ഒരു ഭാഗം മാറിക്കിടന്നിട്ട് ആ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് മുട്ടൻ വായി കൊള്ളാത്ത ഒരു ക്യാപ്ഷനും ഒക്കെ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അവരെ തേജോവധം ചെയ്ത് ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നത്. ഈ മീനാക്ഷി ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് നല്ലതായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചിലർ അതിൻ്റെ പ്രത്യേക ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ടാണ് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ. അതിപ്പോൾ നമ്മുടെ ഫോണിൽ അത് വരുമ്പോൾ സ്ക്രോൾ ചെയ്ത് വിട്ടാലും മതി, പക്ഷേ അതിനടിയിൽ ഒന്ന് കമൻ്റ് ഇട്ടിട്ട് അപ്പോൾ ആ വീഡിയോ വീണ്ടും വീണ്ടും കയറും, വൈറലാവും. അങ്ങനെയാണ് ഈ വീഡിയോകളും ഈ പോസ്റ്റുകളും എല്ലാം ഇങ്ങനെയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് കയറി നോക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കമൻ്റ് ഇട്ട് അതിനെ കണ്ട് അപ്പോഴേ സ്ക്രോൾ ചെയ്ത് പോകുക, അല്ലാതെ അതിനെ കമൻ്റ് ഇട്ട് അതിനെ വീണ്ടും വീണ്ടും അത് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വൈറലാവുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു ഉദാഹരണമാണ് നമ്മുടെ പ്രയാഗ മാർട്ടിൻ. ശരിയാണ്, അവർ ധരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഒരുവിധം മോശമായിട്ടുള്ള ഡ്രസ്സുകളാണ് അവർ ധരിക്കുന്നത്. അവരെന്ത് ഡ്രസ്സ് ധരിച്ചാലും, ഇപ്പം മീനാക്ഷി ആയാലും പ്രയാഗയായാലും വേറെ ഏത് വ്യക്തികളായാലും എന്ത് ഡ്രസ്സ് ധരിക്കണം, എന്ത് ഡ്രസ്സ് ധരിക്കണ്ട, എങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കണമെന്ന് അവരവരുടെ ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അതല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രയാഗ മാർട്ടിൻ മുമ്പൊരിക്കൽ ഈ മുട്ടിൻ്റെ അവിടം വരെ ഉള്ളൊരു ഫുൾ കൈ ഉള്ള മുട്ടിൻ്റെ അവിടം വരെ ഉള്ളൊരു ഫ്രോക്ക് പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ ആ ക്യാമറ ആ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മേഖലയോട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത് ആ കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഫോട്ടോ എടുക്കുന്നത്, ഫോൺ മുകളിലേക്ക് പിടിക്കുക ചേട്ടാ എന്ന് അതിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ ഷോർട്സ് വീഡിയോ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് എടുക്കാത്തത്. പക്ഷേ ഞാനത് ആ വീഡിയോ കണ്ടിരുന്നു, ഞാൻ ശ്രദ്ധിച്ചു വരുന്നു. പക്ഷേ അതാണ് ഏറ്റവും കൂടുതൽ ഈ ഫോട്ടോ എടുക്കുന്ന രീതിയും അത് സൂം ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുന്ന രീതിയും അതിൻ്റെ ക്യാപ്ഷനുമാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഫോട്ടോകൾ വൈറലാവാനും. അതുപോലെ ആ വീഡിയോകളെല്ലാം ഏത് ഫോട്ടോയായാലും ഒരു 10-12 തവണ ഇരുന്ന് കാണുകയും ചെയ്യും. എന്നിട്ട് ചെന്ന് ആ പെൺകുട്ടിയുടെ ആയാലും വേറൊരു പെൺകുട്ടിയുടെ ആയാലും വീട്ടിലിരിക്കുന്നവരെല്ലാവരെയും ചീത്ത വിളിക്കും. അതുപോലെ കമൻ്റ് ഇടാതിരിക്കുക, ആ വീഡിയോ കാണാതിരിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്. എന്നിട്ട് ഇത് ഇത്രയും വൈറലാക്കുകയും ചെയ്യും. എന്നിട്ട് ആ കുട്ടിയുടെ വീട്ടുകാരെ അത്രയും വിളിക്കുകയും ചെയ്യും. പക്ഷേ ആ കുട്ടി ഇപ്പോൾ ആ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്ന ആ ഒരു ഡ്രസ്സ് ധരിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് പോലും അത്ര ഒരു വിശ്വാസ്യതയിലല്ല നിൽക്കുന്നത്. കാരണം അതിൻ്റെ ആ നടപ്പും പതുങ്ങിയുള്ള നിപ്പും കാണുമ്പോഴേ അറിയാം അതിനെ ഒട്ടും ചേരുന്ന ഡ്രസ്സല്ല ഇട്ടേക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത് ഇത്രയും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ ആരും നോക്കത്തില്ല, അല്ലെങ്കിൽ വൈറലാവില്ല എന്നുള്ളത് വേറൊരു ഇൻ്റർവ്യൂവിൽ ആ കുട്ടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇത്രയും മോശമായ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് വരുന്നത്. ഇതിന് മുമ്പും അത് ഒരു ഫംഗ്ഷൻ എവിടെയോ വന്നപ്പോൾ ഇതുപോലെയുള്ളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നതാണ്. അന്നും ഇതുപോലെ ഒരുപാട് വിവാദങ്ങളായതാണ് ആ ഒരു
വീഡിയോയും ആ ഒരു ഫോട്ടോയും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതാണ്. പക്ഷെ വീണ്ടും അതുപോലെയുള്ള ഡ്രസ്സുകൾ തന്നെ വീണ്ടും ധരിച്ച് വീണ്ടും അപ്പോൾ അത് കാണാൻ ആളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ കമൻ്റ് ഇട്ട് അതിനെ വൈറലാക്കാനും ആളുകളുണ്ട്. വേറെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് അത് വീഡിയോ എടുത്ത് സൂം ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഇതുപോലെ ക്യാപ്ഷനും ഇട്ട് അത് എയറിലാക്കാനും വൈറലാക്കാനും ആളുകളുണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് തനിക്ക് ചേരാത്ത ഡ്രസ്സുകൾ വീണ്ടും ഇട്ടുകൊണ്ട് വരുന്നതും അത് ഇതുപോലെ വൈറലാക്കാൻ ആളുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള വീഡിയോകൾ കാണാതിരിക്കുകയും കമൻറ്റ് ഇട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാതിരിക്കുന്നതല്ലേ വൃത്തി. ഇതെല്ലാം വീഡിയോകൾ കാണുകയും ചെയ്യും, എന്നിട്ട് അതിനടിയിൽ പോയിട്ട് എൻ്റെ വീട്ടുകാരെ തള്ളയും തന്തയൊക്കെ ചീത്ത വിളിക്കുകയും ചെയ്യും. ഒരുപാട് നടിമാരും അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നവരായാലും എല്ലാവരും ഒരു സിനിമയിലുള്ളവരായാലും ഒരുപാട് മോശമായ രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും മോശമായിട്ടൊരു വസ്ത്രധാരണം ഞാൻ കണ്ടത് മീനാക്ഷിയിലാണ്. മറ്റുള്ളവരൊക്കെ ധരിക്കുന്ന ഡ്രസ്സുകൾ മോശമല്ല എന്നല്ല ഞാൻ പറയുന്നത്, മോശമായിട്ട് ധരിക്കുന്നവരും ഉണ്ട്, നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊരല്പം കടന്ന കൈ ആയിപ്പോയെന്നേ എനിക്ക് പറയാനുള്ളൂ. നന്ദി.